ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ ഈ ആഴ്ചയോടെ ഏതാണ്ട് 5ഓളം ആഴ്ചകൾ ബിഗ് ബോസ് വീട്ടിൽ വിജയകരമായി പൂർത്തിയാക്കുന്നുണ്ട്. ഇതിനോടകം സായി പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന നിലയിൽ ബിഗ് ബോസ് വീട്ടിൽ ഓണായോ. വീഡിയോയിലേക്ക് കാര്യമായി കിടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സായി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ പലർക്കും പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ജാസ്മിൻ ഗബ്രി കോംബോയ്ക്കെതിരെ ശക്തമായി കളിക്കും എന്ന പ്രതീക്ഷയോടെയാണ് പലരും സായിയെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരവേറ്റത്. എന്നാൽ സായിയുടെ അടുത്തു നിന്നുണ്ടായത് വളരെ വ്യത്യസ്തമായ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു, അല്ലെങ്കിൽ ഗെയിം ആയിരുന്നു. പൊതുവെ വീട്ടിലുള്ള ഒരു അംഗം എന്ന നിലയിൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ പല ഗ്രൂപ്പ് ആക്ടിവിറ്റികളുടെയും അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾക്കിടയിൽ ഒരു സാധാരണ അംഗം എന്ന നിലയിൽ എന്നതിനപ്പുറം സായിക്ക് വ്യക്തമായ ഒരു സാന്നിധ്യം ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ഇപ്പോഴും സംശയമാണ്. സായിയുടേതായ ഒരു ക്ലിയർ ഗെയിം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ സായിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട്. പലപ്പോഴും സായി പിൻവലിഞ്ഞു നിൽക്കുന്നതായോ അല്ലെങ്കിൽ സ്പഷ്ടമായി മുന്നോട്ട് വരാത്ത ഒരവസ്ഥയാണ് പ്രേക്ഷകർക്ക് തോന്നുക. എന്നാൽ അതേസമയം സായി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മൈൻഡ് ഗെയിമാണ്, അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റഡ് ഗെയിമാണ്. സായി ആദ്യ ദിവസങ്ങളിൽ തന്നെ അവിടെ ജിൻഡോയോടും മറ്റു ചിലരോടുമൊക്കെ പറഞ്ഞിരുന്നു താൻ ഗെയിമിൻ്റെ ഒരു പോയിന്റ് വരെ താൻ വളരെ സൈലൻ്റായിട്ട് നിൽക്കുമെന്നും അതിനുശേഷം മാത്രമേ ഗെയിമിൽ ആക്റ്റീവായി ഡയറക്റ്റായി ഇറങ്ങുകയുള്ളൂ എന്നും. പക്ഷേ ഇവിടെയുള്ളൊരു ചോദ്യം, ആ സായി ഉദ്ദേശിക്കുന്ന ആ സമയം വരെ സായിയുടെ പ്രേക്ഷകർ ബിഗ് ബോസ് വീട്ടിൽ നിലനിർത്തുമോ എന്നതാണ്. അതോ അതിനു മുൻപ് തന്നെ പ്രേക്ഷകരുടെ വോട്ടിങ്ങിനെ ഫേസ് ചെയ്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ട ഒരു ഗതി സായിക്കുണ്ടാകുമോ? ഇതിനിടയ്ക്കാണ് അപ്രതീക്ഷിതമായി തന്നെ സായിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും മറ്റൊരു കാര്യം. ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമിൻ്റെ ഭാവം എന്ന് പറയുന്നത് നിലവിലെ മറ്റു മത്സരാർത്ഥികൾ എങ്ങനെ കളിക്കും, അവരുടെ പുറത്തും അകത്തുമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം വീട്ടിലെ 2 or 3 മത്സരാർത്ഥികൾ വളരെ വിദഗ്ധമായി അവിടെ കളിക്കുന്നുണ്ട്. അത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ മനസ്സിലേക്ക് കടത്തിവിട്ട് അവരെ കൂടുതൽ സ്വാധീനിച്ച് അവരെ കൂടി നിർത്തുക എന്നൊരു ഗെയിം ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട്. ഇത് വളരെ വ്യക്തമായിട്ടൊന്നും ബിഗ് ബോസ് പുറം ലോകത്തെ കാണിക്കുന്നില്ലെങ്കിലും ഇത് ഇവർക്കിടയിലുള്ള സംസാരത്തിലൂടെയും പ്രത്യേകിച്ചും ലൈവിലൂടെയുള്ള ചില സംഭവങ്ങളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇതിൽ സായിയും ഇത്തരം ഗെയിമുകൾ കളിക്കുന്നുണ്ടെങ്കിലും അത്തരം ഗെയിമുകളിലും അത്തരം കാൽക്കുലേഷനുകളും സായി എത്രത്തോളം വിജയിക്കുന്നു എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഇത്തരം ഗെയിമുകളിൽ പ്രധാനമായിട്ടുള്ളത് സായിയും സിജോയും ഒരു പരിധിവരെ ജിൻഡോയുമാണ്. ജിൻഡോ പക്ഷേ കുറെ കൂടി പ്രകടമായി ഗെയിം കളിക്കുന്നുണ്ട്. മറ്റു രണ്ടുപേരും മറ്റുള്ളവരെ നല്ല രീതിയിൽ ബിഗ് ബോസ് വീട്ടിൽ സ്വാധീനിക്കുന്നുമുണ്ട്. പക്ഷേ ഇവരുടെ ഒന്നും ഗെയിമുകൾ കൃത്യമായി കുറിക്കൊള്ളുന്നില്ല എന്നത് മറ്റൊരു കാര്യം. അതുകൂടാതെ ഗെയിമിൽ അപ്രതീക്ഷിതമായി വരുന്ന പല ട്വിസ്റ്റുകളോടും ഇവർക്ക് എങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്നു എന്നതും അതിജീവിക്കാൻ കഴിയുന്നു എന്നതും ശ്രദ്ധേയമാണ്. അത്തരത്തിൽ ചില കാര്യങ്ങൾ മാത്രം പറയാം. സായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പ്രത്യേക സവിശേഷതകളുള്ള ഡയമണ്ട് എടുക്കുന്നതിന് തന്നെ കാരണം അത് ശ്രീരേഖയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന നിലയിലാണ്. അതിനർത്ഥം സായി പ്രതീക്ഷിച്ചിരുന്നത് ഈ ആഴ്ചത്തെ വോട്ടിങ്ങിൽ ശ്രീരേഖ രക്ഷപ്പെടുമെന്നും ബിഗ് ബോസ് വീട്ടിൽ ശ്രീരേഖ അടുത്ത ആഴ്ച ഉണ്ടാകും എന്നുമാണ്. പക്ഷേ അത് പ്രേക്ഷക വോട്ടിങ്ങിലേക്ക് വന്നപ്പോൾ സായിയുടെ വിശ്വാസം തെറ്റായിരുന്നു എന്നതാണ് സത്യം. അതായത് സായിയുടെ പ്ലാനിങ് തെറ്റിയിട്ടുണ്ട്. ഇതുപോലെ പല കാര്യങ്ങളിലും അവിടെ നടക്കുന്ന ചില ഗെയിമുകളും അത് പല വിഭാഗങ്ങളുടെ കയ്യിൽ നിന്നും ഇത്തരം ഗെയിമുകൾ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് പല കാര്യങ്ങളും അപ്രതീക്ഷിത ട്വിസ്റ്റുകളിലൂടെയും പല മത്സരാർത്ഥികളും കയ്യിൽ നിന്ന് പോകുന്നതും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ റിയാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്ന് നടത്തിയ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാകുക, സായി ഗെയിമിൽ ആക്റ്റീവായി കളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫൈനൽ 8 എന്ന ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ 8 മത്സരാർത്ഥികൾ മാത്രമായി കഴിയുമ്പോഴാണ് പബ്ലിക്കായി എക്സ്പോസ് ചെയ്ത് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഏതാണ്ട് 5ഓളം മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറഞ്ഞാലേ അത് നടക്കുകയുള്ളൂ. അതുവരെ അടുത്ത 2-3 ആഴ്ചകൾ കൂടി അതുവരെ സായി ബിഗ് ബോസ് വീട്ടിൽ പ്രേക്ഷക പിന്തുണയോടെ കൂടി തുടരുമോ എന്നതാണ് പ്രധാന ചോദ്യം. സായിയുടെ ഇപ്പോഴത്തെ ഗെയിം പ്ലാനുകളെക്കുറിച്ചും ഗെയിമിൻ്റെ നിലവാരത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് എന്ന് കമൻറ്റ് ചെയ്യൂ.